കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 1/5/2019 മുതൽ 31/3/2024 വരെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് സമർപ്പിക്കപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടികളുടെ തീവട്ടിക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് DCC ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ടി ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും ജയകൃഷ്ണൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതി വിരുദ്ധ പോരാളികളെന്ന് അവകാശപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന പകൽ കൊള്ളയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ടി ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 31.2 ലക്ഷം രൂപ, അതുപോലെ തന്നെ 10.47 ലക്ഷം ടോട്ടൽ സർക്കാർ വിവിധ പദ്ധതികളിൽ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ടുന്ന തുക 71.12 ലക്ഷം രൂപ ജില്ലാ ആസ്പത്രിയിലെ നടപടിക്രമങ്ങളിലെ പാളിച്ച വഴി സാധാരണക്കാരന് അർഹതപ്പെട്ട ചികിത്സാ സഹായമാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം മൂലം അവിടെ തടയപ്പെട്ടതും നഷ്ടപ്പെട്ടതും. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കണ്ണൂരിലെ ജില്ലാ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നമുക്കറിയാം, ജില്ലാ ആസ്പത്രി കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ 2-3 കണ്ണൂരിലുണ്ട്. സാധാരണ രോഗികൾക്ക് അവരുടെ ചികിത്സാ സഹായത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന കാലമാണ് ഈ കാലം. വളരെ ബില്ലുകളുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആശ്രയ കേന്ദ്രമാണ് സാധാരണക്കാരൻ്റെ ജില്ലാ ആസ്പത്രി. ആ ആസ്പത്രിയിലെ ക്രമക്കേടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ ആർദ്രം മിഷൻ പ്രകാരം സ്ഥാപിച്ച CT സ്കാൻ, അൾട്രാസൗണ്ട് സംവിധാനങ്ങളും 2 റേഡിയോളജിസ്റ്റുമാരും ഉണ്ടായിരുന്നിട്ടും ക്ലൗഡക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ബോഡി സ്കാനിംഗ് 1-ന് 375 രൂപ പ്രകാരവും സ്വകാര്യ റേഡിയോളജിസ്റ്റിൻ്റെ ഫീസും ഉൾപ്പെടെ രോഗികളിൽ നിന്ന് പിരിച്ചെടുത്ത് ആശുപത്രി നൽകിയിട്ടുള്ളത് 69.06 ലക്ഷം രൂപയാണെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ആശുപത്രി ക്ലൗഡക്സുമായി ഇക്കാര്യത്തിലുണ്ടാക്കിയ കരാറിൻ്റെ വിവരങ്ങൾ ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച കോയമ്പത്തൂരിലുള്ള സമിറ്റ്സ് ഹൈഗ്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 2021 ഒക്ടോബർ 8-ന് സ്ഥാപിച്ച PSA ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് 1 വർഷക്കാലം വരെ വാറണ്ടി ഉണ്ടായിരുന്നിട്ടും 2022 ജനുവരി 14-ന് തകരാറിലായിട്ട് അത് നന്നാക്കാൻ ശ്രമിച്ചില്ല. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട്. ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ആനുവൽ മെയിൻ്റെനൻസ് കരാറും ഉണ്ടാക്കിയില്ല. ഇത് കാരണം ഈ പ്ലാന്റ് 2 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംവിധാനം ഒരുക്കിയത്. 92 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിലെ കംപ്രസർ പ്രവർത്തിക്കാത്തത് കാരണം ജില്ലാ ആശുപത്രി ബാൽക്കോ എയർ പ്രൊഡക്ട്സിൽ നിന്ന് 517 ദിവസം കൊണ്ട് വാങ്ങിയത് 51.2 ലക്ഷം രൂപയ്ക്കുള്ള ഓക്സിജൻ സിലിണ്ടറുകളാണ്. 92 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് തകരാറിലായിട്ടും വാറണ്ടി കാലാവധി ഉണ്ടായിട്ടും ഇത് നന്നാക്കാൻ ശ്രമിക്കാതിരുന്നതും ദുരൂഹമാണെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. ചിറക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിഹാസ് അത്തായക്കുന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.